മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് സിപിഐയുടെ നീക്കം. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കുരിശയുദ്ധം പ്രഖ്യാപിച്ച സിപിഐയുടെ പുതിയ നീക്കം സർക്കാരിനെ പിടിച്ചുലയ്ക്കും. മൂന്നാറിൽ വ്യാജരേഖയുണ്ടാക്കി നിരവധി തട്ടിപ്പുകൾ നടത്തിയെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം നടത്തിയത് ഇന്നലെയാണ്. പട്ടയ വിതരണത്തിലെ വിവരശേഖരണത്തിൽ ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടുവെന്ന് അമിക്കസ് ക്യൂറി കോടതിയെ അറിയിച്ചു. പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ ആരും ഒന്നും പരിശോധിക്കുന്നില്ല. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കീഴിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്നും അമിക്കസ് ക്യൂറി ആവശ്യപ്പെട്ടു. സ്പെഷ്യൽ ഓഫീസറായ റവന്യൂ മന്ത്രിയുടെ വിശ്വസ്തനെ നിയമിക്കും. മൂന്നാറിലെ കയ്യേറ്റം പൂർണ്ണമായി ഒഴിപ്പിക്കാനാണ് തീരുമാനം. 2011-ൽ VS അച്യുതാനന്ദനെ പിണറായി നശിപ്പിച്ചത് മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പേരിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് പരിമിതികളുണ്ട് എന്നും സർക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുമായിരുന്നു കോടതിയുടെ മറുപടി. ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി പറഞ്ഞ ഈ ഉത്തരവാദിത്വമാണ് CPI നടപ്പിലാക്കാൻ പോകുന്നത്. മൂന്നാറിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി നേരത്തെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. വ്യാജ പട്ടയങ്ങൾ നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ എന്തു നടപടിയെടുത്തു എന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരുന്നു. കേസിൽ CBIയെ കക്ഷി ചേർക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. വ്യാജ പട്ടയങ്ങൾക്ക് പിന്നിൽ ഉദ്യോഗസ്ഥ മാഫിയ സംഘമുണ്ട് എന്നും വലിയ അഴിമതി നടന്നിട്ടുണ്ട് എങ്കിലും കേസുകളിൽ ഒന്നിലും അഴിമതി നിരോധന പ്രകാരമുള്ള കുറ്റം ചുമത്തിയില്ല എന്നും നേരത്തെ കോടതി പറഞ്ഞിരുന്നു. പല ഭൂമി കയ്യേറ്റ കേസുകളിലും സർക്കാരിന് തിരിച്ചടി ഉണ്ടായിട്ടും അതിൽ അപ്പീൽ പോലും നൽകാതെ സർക്കാർ മുന്നോട്ട് പോകുകയാണ് എന്നും ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു. മൂന്നാറിലെ രവീന്ദ്രൻ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട മുൻ തഹസിൽദാർ MI രവീന്ദ്രനെതിരെ എന്ത് നടപടി എടുത്തു എന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു. മൂന്നാറിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ 42 കേസുകൾ ക്രൈംബ്രാഞ്ച്, 24 എണ്ണം വിജിലൻസും ആണ് അന്വേഷിക്കുന്നത്. ഈ കേസുകളിലാണ് ഹൈക്കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ റവന്യൂ മന്ത്രി അറിയാതെയാണ് റവന്യൂ വകുപ്പിൽ മുഖ്യമന്ത്രി ഭരണം നടത്തുന്നത്. ആദ്യം റവന്യൂ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി മൂന്നാർ ഭൂമി കയ്യേറ്റ കേസിൽ റവന്യൂ വകുപ്പിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. വൻകിട റിസോർട്ടുകാർക്ക് വേണ്ടിയാണ് CPIയുടെ മുതിർന്ന മന്ത്രി K രാജനെ പിണറായി തള്ളിയത്. എന്നാൽ റവന്യൂ ഉദ്യോഗസ്ഥരോട് താൻ പറഞ്ഞത് മാത്രം കേട്ടാൽ മതിയെന്നാണ് മന്ത്രി രാജൻ നിർദ്ദേശിച്ചതും. മൂന്നാറിലെ ഭൂമി കയ്യേറ്റ കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ മുഖ്യമന്ത്രിയുമായാണ് ആശയവിനിമയം നടത്തിയത്. വ്യാജ പട്ടയ കേസിൽ രവീന്ദ്രന് എതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. മൂന്നാർ ഭൂമി കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചിന്റേതാണ് വിമർശനം. 42 ഭൂമി കേസുകളിൽ സർക്കാർ കോടതിയിൽ തോറ്റു. എന്നിട്ടും എന്തുകൊണ്ട് അപ്പീൽ ഫയൽ ചെയ്തില്ല എന്നും കോടതി ചോദിച്ചു. അപ്പീൽ ഫയൽ ചെയ്താൽ റിസോർട്ടുകാർ ബുദ്ധിമുട്ടിലാവും. 500 വ്യാജ പട്ടയം ഉണ്ടാക്കിയാൽ 500 കേസുകൾ വേണ്ടേ എന്ന് കോടതി ചോദിച്ചു. വ്യാജ പട്ടയ കേസിൽ ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തിയത് തൃപ്തികരമല്ല എന്നും വൻ അഴിമതിയാണ് നടന്നത് എന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. രവീന്ദ്രന് മാത്രമായി വ്യാജ പട്ടയം ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നിൽ വേറെയും ചില ആളുകളുണ്ട്. കേസിൽ CBI സ്വമേധയാ കക്ഷി ചേർക്കും എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കേസ് CBIക്ക് വിടും മുൻപ് പ്രതികളെ കേൾക്കണമെന്ന വാദം എന്തിനെന്നും കോടതി ചോദിച്ചു. കേസ് CBIക്ക് വിടുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ജനറലിനെയും കേൾക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേസിൽ സർക്കാരിന് അലംഭാവമാണ് എന്ന് വിമർശിച്ച ഹൈക്കോടതി അന്വേഷണം CBI ഏൽപ്പിക്കേണ്ടി വരുമെന്നും പറഞ്ഞിരുന്നു. ക്രൈംബ്രാഞ്ച് വിജിലൻസ് അന്വേഷണം ഫലപ്രദമല്ല എന്നും ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നും കോടതി നിരീക്ഷിച്ചു. ആവർത്തിച്ച് ഉത്തരമിട്ടിട്ടും മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നിശ്ചലമായതിനാൽ കടുത്ത ഭാഷയിലാണ് കോടതി സർക്കാരിനെ വിമർശിച്ചത്.